ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നത് ഇതിന് അങ്ങോട്ട് പോകുമ്പോൾ നേരെ പോകുമ്പോൾ ഈ അച്ചൻകോവിലാർ ക്രോസ് ചെയ്ത് അവിടെ ഒരു തൂക്കുപാലം വരും ഇല്ലേ? ആ തൂക്കുപാലം കയറി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് അയ്യപ്പൻ വളർന്ന കൊട്ടാരം. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ നടന്നു പോകുന്ന ഈ നടവഴികളിലൊക്കെ കൂടെ ബാല്യത്തിൽ അയ്യപ്പസ്വാമി ഇതുവഴിയൊക്കെ നടന്ന് കളിച്ച സ്ഥലങ്ങളായിരിക്കണം. ഇത് വനപ്രദേശങ്ങളായിരുന്നായിരിക്കണം. കാരണം ഇപ്പോഴാണ് ഇവിടെ മതിലും കണ്ടോ വീടുകളൊക്കെ വന്നത്. അച്ചൻകോവിലാർ അവിടെ നിന്ന് ഇങ്ങനെ ഈ കൊട്ടാരത്തിലെ ഒരു അനന്തര ബന്ധു തന്നെയാണ്. സാറാണ് ഇപ്പോൾ അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. എൻ്റെ പേരെന്താ പറഞ്ഞത്? ചന്ദ്രൻ. സ്വാമി ശർമ്മ. ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ജയപ്രകാശ്. ഇവിടെ വഴി പോകുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നല്ല കാര്യമാണ്. ഇവിടെയൊക്കെ താമസം ആക്ച്വലി വർഷങ്ങളായി ആ സമയത്തൊക്കെ ഇവിടെ കൊട്ടാരത്തിൻ്റെ സ്ത്രീജനങ്ങൾ പാർക്കുന്ന സ്ഥലമായിരുന്നു. രാജ്ഞിമാരുടെ കൊട്ടാരത്തിൽ ഇപ്പോൾ താമസിക്കുന്ന ഒരു അന്തർജനമാണ്. അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ പുതുക്കി പണിതാ. എന്താ ഇതൊക്കെ പുതുക്കി വീഡിയോ കാണിക്കാൻ പാടില്ല അവരെയൊന്നും. കോയിക്കൽ എന്നാണ് ഈ തറവാടിൻ്റെ പേര്. അവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ അയ്യപ്പൻ്റെ വാഹനം പുലി വാഹനനെ അയ്യപ്പ എന്നല്ലേ പറയുന്നത്. ഞാനൊരു ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഞങ്ങൾ ഒറ്റാൽ അയ്യപ്പൻ്റെ ജന്മസ്ഥലം പറയാം. അപ്പോൾ തന്നെ പന്തളം പാലത്തിന് കുന്നതയ്ക്കപ്പുറം പാലത്തിനപ്പുറം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോട്ട് പോകാനാണ്. ഇവിടെ തിരുവാഭരണം വെച്ചിരിക്കുന്ന സ്ഥലം, പവിത്രമായ സ്ഥലം. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പോകണം. പിന്നെ സ്വാമി ശരണം അയ്യപ്പ. പിന്നെ ഇവിടുത്തെ കൊട്ടാരത്തിൽ, അതായത് അയ്യപ്പൻ്റെ ബാല്യം വളർന്നു വന്ന കൊട്ടാരത്തിൽ അവിടെ വരെ എത്തണമെന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി സ്വാമിയെ ശരണം അയ്യപ്പ. ഞാൻ 12 ദിവസത്തെ വ്രതമൊക്കെ കഴിഞ്ഞു. എങ്കിലും അത് തീരുന്നതോടുകൂടി എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ എല്ലാ കൊല്ലവും സാധിക്കാറില്ലല്ലോ നമുക്ക്. അപ്പോൾ ഈ ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും വ്രതം എടുത്താൽ നമ്മൾ അയ്യപ്പനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ വീട്ടിലിരുന്നും അതൊക്കെ പറ്റും എന്ന് എനിക്ക് ബോധ്യമായി. കാരണം നമ്മൾ ഈ വളരെ തള്ളും ഇടിയും ഒക്കെ ഉള്ള സമയത്ത് മലയ്ക്ക് പോയി നമ്മൾ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം പേര് കഷ്ടപ്പെടുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. വാർത്തകളിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു. പന്തളം കൊട്ടാരത്തിൽ അയ്യപ്പൻ ജനിച്ചു വളർന്ന സാക്ഷാൽ ശബരിമല ലയിച്ച ശബരിമല അയ്യപ്പൻ ജനിച്ചു വളർന്ന പന്തളം കൊട്ടാരത്തിലും അതിൻ്റെ ചുറ്റുപാടിലും ഒക്കെ പോയി സന്ദർശനം നടത്തുവാനും അവിടെ അദ്ദേഹത്തിന് സ്വാമി അയ്യപ്പൻ കുഞ്ഞുനാളിൽ വളർന്ന ആ ഒരു കൊട്ടാരത്തിൽ വളർന്ന സ്ഥലങ്ങളൊക്കെ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എപ്പോഴും നമുക്ക് വിചാരിച്ചാൽ പോകാവുന്ന സ്ഥലങ്ങളല്ല. നമ്മൾ വിചാരിക്കും അടുത്താണല്ലോ. അപ്പോൾ പന്തളത്തെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിവിടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്, അടുത്താണ്. അപ്പം ഏകദേശം വലിയ ദൂരമൊന്നുമില്ല. എങ്കിലും ഇത്രയും കാലമായിട്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അവിടെ പലപ്പോഴും ഞാൻ മനസ്സിലൊക്കെ കരുതിയിട്ടുള്ള അവിടെ പോകണമെന്ന്. പക്ഷേ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിശ്ചയിച്ച് അങ്ങനെ പോവുകയായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് വരുന്ന തീരുമാനങ്ങളായിട്ട് വരുന്നതാണ് മനസ്സിൽ. അത് അങ്ങനെ ഉറപ്പിച്ച് വെച്ചിരുന്നൊന്നുമല്ല. ശരിക്കും ഇപ്രാവശ്യം വ്രതം എടുക്കുമ്പം അങ്ങനെ അവിടെ പോകണമെന്ന് അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ പന്തളം കൊട്ടാരവും അതിൻ്റെ അവിടെ വരെ ഒന്ന് പോകണം. അവിടെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്, അതും പ്രശസ്തമാണ്. ദേവസ്വം ബോർഡാണ് അത് നടത്തുന്നത്. പക്ഷെ അതിലൊക്കെ ഉപരി അവിടെ ചെന്ന് കണ്ടപ്പോഴുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ പന്തളം കൊട്ടാരം, അയ്യപ്പൻ ജനിച്ചു വളർന്ന സ്ഥലവും ആ പന്തളം കൊട്ടാരവും ആ ഭാഗം കാണുമ്പോൾ എന്തോ ഒരു നഷ്ടപ്പെട്ട ഒരു നഷ്ടബോധത്തോടൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നിയത്, എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണ്. കാരണം അവിടെ അയ്യപ്പനെ നമുക്ക് നഷ്ടമായി എന്ന് പറയാനൊക്കത്തില്ല. ഇന്നും കോടാനുകോടി ഭക്തരുടെ ഹൃദയങ്ങളിൽ അയ്യപ്പൻ കുടികൊള്ളുന്നു. പക്ഷേ അയ്യപ്പനെ എടുത്തു വളർത്തിയ അയ്യപ്പനെ അവിടെ ജനിച്ചു വളർന്നില്ലെങ്കിലും ഇവിടെ നമ്മുടെ ആ സ്വദേശത്ത് തന്നെ ജനിച്ച് അല്ലെങ്കിൽ ജന്മം ഉണ്ട അയ്യപ്പൻ എന്ന അവതാരം അത് അവിടെ മനുഷ്യനായി തന്നെ അവിടെ ജീവിച്ച് വന്നു. അപ്പോൾ പന്തളം രാജാവ് അത് എടുത്തു വളർത്തിയ അയ്യപ്പൻ അവിടെ ജനിച്ചു വളർന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എത്ര പരിപാവനമായും എത്ര ശുദ്ധമായും വൃത്തിയായും ഒക്കെ വെക്കേണ്ട ഒരു സ്ഥലമാണ്.
ശുദ്ധവും വൃത്തിയും ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവിടെ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ധാരാളം ഈ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട അവരുടെ സ്വത്തുക്കളാണ് അവിടെയെല്ലാം. അവിടെ അവരനുഭവിക്കുന്നു. അവരുടെ പിന്മുറക്കാർ പുതിയ വീടുകളൊക്കെ വെച്ചതൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ പഴയ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അതേപടി നിലനിർത്തിയ ഭാഗങ്ങളുമുണ്ട്. അതിലൊരു ഭാഗമാണ് അയ്യപ്പൻ കുളിച്ച കുളം എന്ന് പറയുന്ന ആ ഭാഗവും അതിനോട് ചേർന്നുള്ള അവിടെ നോ എൻട്രി എന്നൊരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കാർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ അതൊക്കെ ഇരിക്കട്ടെ, പക്ഷേ അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പുണ്യം. കാരണം അയ്യപ്പൻ കുളിച്ച കുളം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജനിച്ച് അവിടെ വളർന്ന് ജനിച്ചെന്ന് പറയാനൊക്കത്തില്ല, അവിടെ വളർന്ന് അവിടെ സ്ത്രീജനങ്ങൾ മാത്രം അല്ലെങ്കിൽ അന്തർജനങ്ങൾ മാത്രം വസിക്കുന്ന ആ ഒരു കൊട്ടാര ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചത് ഒരു സുഹൃതം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അതുകൂടാതെ ഞാൻ അവിടെ നിന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, എനിക്ക് മനസ്സിൽ വന്ന അവിടുത്തെ രാജപ്രതിനിധിയുടെ അംഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അവർ അവിടെ കടകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ അവരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ സ്വത്തുക്കളൊക്കെ തന്നെയാണ്. പല പ്രാവശ്യം സർക്കാരിന് അവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അവിടെ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റേതായിട്ട് അവിടെ വരുന്ന വരുമാനം അവരായിരിക്കാം കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇവിടെ മറ്റു വരുമാനങ്ങളൊന്നും വലുതായിട്ടില്ലെങ്കിലും അവർ അത് നടത്തിപ്പോകുന്നു. പക്ഷേ അവിടെ നന്നായിട്ട് ആ കുളമൊക്കെ ആണ്ടിൽ ഒരു പ്രാവശ്യം അത് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അതിൻ്റെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു മൂകാന്തരീക്ഷം വരുന്നു എന്നുള്ളത് എനിക്കൊരു വിഷമമായി തോന്നി. കാരണം അവിടെ കാണുമ്പോൾ ഒരു മനുഷ്യനും അവിടെ തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ അവിടെ ചെല്ലുന്നത്, അവിടെ കാണുന്നത്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല കാണുക. അയ്യപ്പനൊക്കെ അവിടെ വസിച്ച ഒരു സ്ഥലമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ പിൽഗ്രിം സെൻ്ററായി തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നറിയുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണവും വേണം. ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി അവിടെ അവർക്കൊരു ഗ്രാൻഡോ ഒക്കെ അനുവദിച്ച് അവിടുത്തെ ആ ഒരു ഭൂസ്വത്ത് നന്നായിട്ട് പരിപാലനം ചെയ്യുവാൻ വേണ്ടി ആ പന്തളം കൊട്ടാരത്തിൽപ്പെട്ട അവരുടെ ട്രസ്റ്റിനോ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റിക്കോ ഗ്രാൻഡൊക്കെ കൊടുത്ത് അതൊക്കെ ചെയ്യേണ്ട കാര്യം ആണ് ഇപ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസങ്ങൾ, അടിയുറച്ച വിശ്വാസങ്ങൾ അത് നിലനിന്ന് പോകണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തേ തീരൂ. അതുപോലെ തന്നെ മറ്റുള്ള ആകർഷിക്കപ്പെടണമെങ്കിൽ ധാരാളം വിദേശത്തു നിന്ന് ധാരാളം അയ്യപ്പന്മാർ സ്വാമിമാരായിട്ട് ഇവിടെ വന്ന് തൊഴുതു പോകുന്നുണ്ട്. അവർക്ക് ഈ പന്തളവും അയ്യപ്പൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമായാലും കൊള്ളാം, ആ ഒരു കഥയാണെങ്കിലും കൊള്ളാം, ആ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ആ പുണ്യസ്ഥലം തന്നെയാണ് തീർച്ചയായും എല്ലാവർക്കും. അപ്പം സ്വാമിയെ ശരണം അയ്യപ്പ. ഞാൻ എൻ്റെ കണ്ടന്റിലേക്ക് വരാം. ഞാൻ അവിടെ പന്തളം കൊട്ടാരത്തിൻ്റെ, അതായത് കൊച്ചുകോയിക്കൽ തേവപ്പുര എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അതായത് പന്തളത്ത് അവിടെ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ എതിർവശത്ത് റോഡിലേക്ക് കടന്നു വരുന്ന റോഡിൻ്റെ എതിർവശത്ത് തന്നെ പന്തളം കൊട്ടാരം ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്ന് വാങ്ങിച്ച സ്വാമി അയ്യപ്പൻ്റെ പടമുള്ള അരവണ പ്രസാദം. ഈ അരവണ പ്രസാദം അവിടെ വിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അവകാശം തന്നെയാണ്. അവർക്ക് കാരണം അവരുടെ കടകളൊക്കെയാണ്, അവരുടെ സ്വത്താണ്. ആ മുറികളിലാണ് ഇത് നടത്തുന്നത്. ഈ തേവാരപ്പുര എന്ന് പറയുന്നത് അത് അവിടെ ഉണ്ട്. അത് ആ ഭാഗത്താണ് അവർ താമസിക്കുന്നതും. അപ്പോൾ അവിടെ രാജപ്രതിനിധിയുടെ അനുജനെ ഞാൻ കണ്ട് സംസാരിക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞത് എല്ലാ വർഷവും ഇവിടെയുള്ള കടകളൊക്കെ അവർ ചിലപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരിക്കും, ചെറിയ വാടകയ്ക്കൊക്കെ. വർഷത്തിൽ 2 മാസം മണ്ഡലകാലത്തും മകരവിളക്ക് സമയത്തും മാത്രമേ അവിടെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാറുള്ളൂ. പല കടകളും അവരവിടെ വന്ന് കട നടത്തി പോകും. ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ തമിഴന്മാരൊക്കെ ആയിരിക്കും കട നടത്തുന്നതൊക്കെ. എങ്കിലും അതിനെയൊക്കെ ചിലപ്പോൾ വാടകയോ അതിൻ്റെ വീതങ്ങളോ ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഭൂസ്വത്ത് ഷെയർ ചെയ്ത് ആർക്കാണ് അവകാശം എന്ന് വെച്ചാൽ അവർക്കൊക്കെ. അവിടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. കാരണം പന്തളം രാജകൊട്ടാരത്തിൻ്റെ കമ്മിറ്റി എല്ലാ വർഷവും തിരുവാഭരണം പോകുമ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെ ഭഗവാൻ ചാർത്താനുള്ള തിരുവാഭരണം അവിടെ അടുത്ത് തന്നെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പരിപാവനമായിട്ട് പുണ്യമായിട്ട് അതും നമ്മൾ കയറി കണ്ടു. അവിടെ പക്ഷേ വീഡിയോ ഒന്നും പാടില്ല, ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഫോട്ടോകളൊക്കെ ലഭ്യമാണ്. അപ്പം ഈ നടത്തുന്ന ഈ രാജപ്രതിനിധിയുടെ അനുജൻ എന്ന് പറയുന്ന ടീമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 പ്രസാദം വാങ്ങി. അപ്പോൾ ഈ അരവണ പ്രസാദവും ഇതിൽ ഉണ്ണിയപ്പവും ഉണ്ട്. ഭഗവാന്റെ പ്രസാദമാണല്ലോ, നമുക്കറിയാമല്ലോ രണ്ട്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു. കാരണം അവരുടെ ഇതൊക്കെ ഒരു അവകാശമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അത് വിൽക്കുവാനും അതൊക്കെ ഉണ്ടാക്കുവാനും ഒക്കെയുള്ള അവകാശവും അവർക്കുണ്ട്. പക്ഷേ ശബരിമലയിലെ അവകാശങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് അത് നടത്തി കൊടുത്തുകൊള്ളട്ടെ. എന്തെല്ലാം വിവാദങ്ങളായിരുന്നു ഈ അരവണ പ്രസാദത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ പേരിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം നോട്ട് ചെയ്തത്, ഇത് കണ്ടോ, ഇന്നലെയാണ് ഞാൻ പോയത്. അതായത് 6-ാം തീയതി 6/12/2024 അതേ ദിവസം രാവിലെ അത് സീൽ ചെയ്ത് വെച്ച സാധനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നലെ. അപ്പോൾ അതാത് ദിവസം അത് ക്ലിയർ ചെയ്യുക, അടുത്ത ദിവസം ഉണ്ടാക്കുക, വെളുപ്പാങ്കാലത്ത് വൈകുന്നേരം ഉണ്ടാക്കി ഡബയിലാക്കി സീൽ ചെയ്ത് തരുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല,
വാങ്ങുകയാണെങ്കിൽ, ആർക്കെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഈ പന്തളം രാജകൊട്ടാരത്തിൻ്റെ അവിടെ നടത്തുന്ന ഈ അരവണ പ്രസാദവും ഒക്കെ വാങ്ങി നമ്മൾ പോകണം. കാരണം ഇത്ര ഭംഗിയായി വൃത്തിയായി ചെയ്യുന്ന ഒരു കാര്യം ഭഗവാന്റെ പ്രസാദമായി തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു പുണ്യം എന്തോ കിട്ടുന്നു എന്നൊരു തോന്നൽ. കാരണം അയ്യപ്പസ്വാമിയെ വളർത്തിയ വളർത്തച്ഛൻ്റെ സ്ഥാനത്തുള്ള അച്ഛൻ്റെ വളർത്തച്ഛൻ്റെ സ്ഥാനത്തുള്ള അവരുടെ രാജ കുടുംബത്തിലെ നടത്തുന്ന ഒരു പ്രസ്ഥാനം അത് വിജയിക്കട്ടെ, അവർക്ക് അനുഗ്രഹം ലഭിക്കട്ടെ. എന്തായാലും പോയ വഴികളൊക്കെ നിങ്ങളെ കാണിക്കുന്നു ഈ വീഡിയോയിലൂടെ കാണുക. എല്ലാവർക്കും സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ. അതോടൊപ്പം ഞാൻ മറ്റൊരു കണ്ടൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വീരമണി രാജു, അതായത് നമ്മുടെ കെ വീരമണി എന്ന പ്രശസ്തനായ തമിഴ് ഗായകൻ, തമിഴ് ഇസൈ കെ വീരമണി, അദ്ദേഹം പാടിയ പള്ളിക്കെട്ടും ശബരിമലയ്ക്ക് എന്ന പാട്ട് ഫേമസാണ്. ആ പാട്ട് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു നമുക്കൊരു പ്രത്യേകതയാണ്, ഒരു അനുഭൂതിയാണ്. അപ്പോൾ എന്തായാലും ആ പാട്ട് പാടിയ കെ വീരമണിയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ് വീരമണി രാജു. അദ്ദേഹമാണ് ഇന്ന് ഏറ്റെടുത്ത ഈ ഭജന അല്ലെങ്കിൽ ഗാനമേളയായിട്ട് ഈ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. വളരെ നന്നായി. അദ്ദേഹത്തിൻ്റെ മകനും കൂടി. അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കാൻ സാധിച്ചു. പന്തളത്തിനടുത്ത് പെരുമ്പുളിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അടുത്തായിട്ടുള്ള സ്റ്റേജിൽ അവിടെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ വീരമണി രാജുവിൻ്റെ ഭക്തിഗാനമേളയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ. അതും കുറച്ച് ഭാഗങ്ങളെ കാണിക്കുവാൻ സാധിക്കുള്ളൂ. എന്തായാലും അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കാണുക. സ്വാമി ശരണമയ്യപ്പ. നമുക്ക് തിരുവാഭരണം ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ പോകാനുള്ള വഴി ഇത് തന്നെയാണ്. അങ്ങോട്ടാണ് ഇവരൊക്കെ കണ്ടിട്ട് വരുന്നവരാണ് കാണുന്നത്. അവിടെ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെയാണ് ആ സ്ഥലം, പരിപാവനമായ സ്ഥലം. അയ്യപ്പ നഗർ എന്നാണ് അറിയപ്പെടുന്നത്. കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ പഴയ ഓടിട്ടായി പുരകൾ മതിൽക്കെട്ടിനോട് ചേർന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിവിടെ ഇവിടെ വെക്കാം. വാ, ഇനി വാ. ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടോ, കമത്തി ഇട്ടോണേ. അതിൻ്റെ മുകളിൽ തിരിച്ചിടുക. അപ്പോൾ ആരും വീടുകളൊക്കെ ഉണ്ട്. കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളായി വീടുകളൊക്കെയാണ്. നമ്മൾ കൊട്ടാരത്തിൻ്റെ ഏകദേശം അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അതൊക്കെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. നമ്മളിത് താത്ത് പിടിക്കും അന്നേരം. പന്തളത്തെ വിശുദ്ധമായ വരട്ടാറിൻ്റെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ സൈഡിലാണ് അയ്യപ്പന്മാരൊക്കെ ധാരാളം പേര് വന്നിട്ടുണ്ട്. അപ്പുറത്താണ് നമ്മൾ തിരുവാഭരണം കണ്ട് തൊഴുതിട്ട് വന്നത്. തിരുവാഭരണം ഉള്ളിൽ വീഡിയോ ക്യാമറ പ്രവേശനം ഇല്ല. ഉണ്ടോ, ഇത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ വന്നിങ്ങനെ തടയണ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സംഭവമാണ് ഇത്. സ്വാമിമാരെയൊക്കെ വഴക്ക് പറയുന്നുണ്ട് ഇവിടെ പോലീസ്. എന്തിനാണെന്ന് മനസ്സിലായില്ല. അവർ വിളിക്കുന്നതിന് അവർ ഇങ്ങോട്ട് കയറാൻ പറയുക. ഇതാ മക്കളെ, എന്താ അതുകൊണ്ട് അവിടെ ഒരു പക്ഷിയൊക്കെ ഉണ്ടോ? ഓ, ചെറിയ ഒരു പക്ഷി അവിടെ കിടന്ന് പിടുത്തമാണ്. എന്താണെന്ന് എടുക്കുന്നത്. ഭയങ്കര പരിപാടി. അച്ചൻകോവിലാറാ, തെറ്റിപ്പോയി. വരട്ടാറല്ലേ, ചെങ്കോവിലാർ. അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നത്, ഇതിന് അങ്ങോട്ട് പോകുമ്പോൾ നേരെ പോകുമ്പോൾ ഈ അച്ചൻകോവിലാർ ക്രോസ് ചെയ്ത് അവിടെ ഒരു തൂക്കുപാലം വരും ഇല്ലേ. ആ തൂക്കുപാലം കയറി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് അയ്യപ്പൻ വളർന്ന കൊട്ടാരം അല്ലേ, ഇവിടെയും അവിടെയായിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? യഥാർത്ഥ കൊട്ടാരം ഇവിടെ ചെറുതാ. കൊട്ടാരം അന്ന് ചെറുതാണ്. ആ ചെറുപ്പം വലിയ ആഡംബരമായിട്ടൊന്നുമില്ല. ഇതുപോലെ അത് കൊട്ടാരത്തിന്റെ ആ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. കണ്ടോ, ആ വലിയ ആഡംബരം. അതെ. ഇതൊക്കെ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞത്. സ്വാമി എന്നാ ശരിയേ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. പേരെന്താ? എവിടെ താമസിക്കും? ഇതിനടുത്ത് തന്നെ. ആ ശരി. അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നുണ്ട്.
പറഞ്ഞത് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും നോക്കാം. ആ തൂക്കുപാലം കയറി അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇതിലേക്ക് പോകാം. നമ്മൾ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ശബരിമലയ്ക്ക് പോകാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾ, സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ അവരൊക്കെ ഇവിടെ ഈ ശാസ്താ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. സന്ധ്യയോടടുത്ത് പ്രത്യേകിച്ച് മണ്ഡലകാലം ആ തിരക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമിമാർ ഇവിടെ എത്തുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർ അവരുടെ തിരക്കാണ് ഈ കാണുന്നത്. തൂക്കുപാലം എന്ന് പറയുന്ന അവിടെ ചെല്ലണം നമുക്ക്. അതിനപ്പുറത്താണ് അയ്യപ്പൻ, സാക്ഷാൽ ശബരിമല അയ്യപ്പൻ കുഞ്ഞുനാൾ കുളിച്ച് വളർന്ന കുളം ഒക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ക്ഷേത്രം തൂക്കുപാലം ഒക്കെ ഈ റൂട്ടിലൂടെ ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോവാണ്. അയ്യപ്പൻ ബാല്യത്തിൽ കുളിച്ച കുളം ഒക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്ന സങ്കല്പം, എല്ലാവരുടെയും വിശ്വാസവും. അപ്പം ഇത് ചരിത്രമൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മളൊക്കെ തന്നെ ഇതിനെ മിത്തെന്നും വിശ്വാസമെന്നും ഒക്കെ പറയും. പക്ഷേ ഇവിടെ ഇപ്പോഴും കൊട്ടാരം നിലനിൽക്കുന്നു. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിയോ ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ സൂക്ഷിക്കാൻ പറ്റും. അതാണ് കാര്യം. വിർച്വൽ ജേർണീസ് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ നടന്നു പോകുന്ന ഈ നടവഴികളിലൊക്കെ കൂടെ ബാല്യത്തിൽ അയ്യപ്പസ്വാമി ഇതുവഴിയൊക്കെ നടന്ന് കളിച്ച സ്ഥലങ്ങളായിരിക്കണം. ഇത് വനപ്രദേശങ്ങളായിരുന്നായിരിക്കണം. കാരണം ഇപ്പോഴാണ് ഇവിടെ മതിലും കണ്ടോ വീടുകളൊക്കെ വന്നു. ആ ഒരു ചുറ്റുപാടാണ് ഇവിടെ കണ്ടോ. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ആ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. പുതിയ നിർമ്മിതിയാണ്. ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെ ചേർന്ന് തന്നെ കൊട്ടാരത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ അച്ചൻകോവിലാറാണ് വരുന്നത്. ഫ്ലാഷ് കാരണം കാണത്തില്ല. അച്ചൻകോവിലാറിൻ്റെ അച്ചൻകോവിലാർ അവിടെ നിന്ന് ഇങ്ങനെ പോകും. ഏകദേശം ആ വനപ്രദേശത്തിൻ്റെ ഭാഗങ്ങളായിട്ടൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. പാലസ് നമുക്ക് കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും വലിയ കോയിക്കൽ ക്ഷേത്രക്കടവെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രക്കടവൊക്കെ ഉണ്ട്. കുളനട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു റോഡിലാണ്, ഒരു റോഡിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇതിനപ്പുറം ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ആരോടും ചോദിക്കാം. വന്നേ, അവിടെ ഒരു ബോർഡ് ദൂരെ കാണുന്നുണ്ട്. കൈപ്പുഴ കൊട്ടാരം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നത് ചോദിക്കേണ്ടി വരും. കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ചോദിച്ചു നോക്കാം കൊട്ടാരത്തിൽ. ശരി. ഈ വീട്ടിലെ ഒരു സ്ത്രീ പറഞ്ഞത് ഈ കാണുന്ന ഈ ആരോമാർക്കുണ്ട് കൊട്ടാരത്തിലേക്കുള്ള വഴി. അത് സ്ത്രീകളുടെ കൊട്ടാരം ഈ ഭാഗത്തായിരുന്നു പണ്ട് കാലത്ത്. അപ്പുറത്ത് നമ്മൾ അക്കരയിൽ നിന്ന് വന്ന സ്ഥലത്ത് പുരുഷന്മാരുടെ കൊട്ടാരം അങ്ങനെയായിരുന്നു വേർതിരിച്ച് വെച്ചിരുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ അതിലൊക്കെ പോകുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ കൊട്ടാരത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായി അയ്യപ്പൻ വളർന്നത്. കാരണം രാജ്ഞി അവിടെ ആയിരുന്നിരിക്കണമല്ലോ. ഇതൊക്കെ കൊട്ടാരത്തിൽ അനന്തരാവകാശികളുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ വീട് വെച്ചിരിക്കുന്നത്. നമുക്കറിയില്ല. വീട്ടുപേരൊന്നും നോക്കിയാലൊന്നും മനസ്സിലാകത്തില്ല. പുതിയ വീട്ടുപേരൊക്കെ കൊടുത്തിരിക്കുക. നമുക്കിങ്ങനെ നേരെ പോയാൽ അവിടെ ചെന്നാൽ ഒരു പക്ഷേ ഈ കൊട്ടാരത്തിലെ ഒരു പരമ്പര ഒരു ബന്ധു തന്നെയാണ്
ഇദ്ദേഹം പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാണ് എന്തായാലും. എൻ്റെ പേരെന്താ പറഞ്ഞത്? ചന്ദ്രൻ. സ്വാമി ശർമ്മ. ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ജയപ്രകാശ്. വീഡിയോ നമ്മൾ ഇതിനകത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയാല വീഡിയോ ചേർത്ത് കൊടുക്കാം. ശരി. അദ്ദേഹം പറഞ്ഞു തന്ന എന്തായാലും വാസ്തവമായ കാര്യമേ പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കുളനട പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇപ്പോഴും കൈപ്പുഴ കൊട്ടാരം. കണ്ടോ, ഇപ്പോൾ അതിൻ്റെയൊക്കെ ടാക്സൊക്കെ പിരിക്കുന്നുണ്ട് സർക്കാരിലേക്കല്ലേ. ഇതാണ്ട് ആ ഭാഗത്ത് ചെങ്കോവിലാറിൻ്റെ ഈ കരകളാണിതൊക്കെ. അപ്പം നമ്മളിങ്ങനെ നടന്നാണെങ്കിലും കൊട്ടാരത്തിൽ വരെ എത്തി. അയ്യപ്പൻ കുഞ്ഞുനാളിലെ കുളിച്ച കുളമൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം. കണ്ടോ, നല്ല വീട്ടുപേരും പടിപ്പുരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ അനന്തരാവകാശികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അവർ വീട് വെച്ചിരിക്കുന്നത്. സ്വസ്ഥ ജീവിതം. അവരൊക്കെ എന്തെങ്കിലും തൊഴിലിലോ ജോലിയിലോ ഉന്നത ലെവലിലൊക്കെ ആയിരിക്കാം. അയ്യപ്പ വളർന്ന കൊട്ടാരത്തിൻ്റെ അനന്തരാവകാശികളുടെ വീടകത്ത് അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു സംവിധാനം ഇവിടെ ചെയ്തു വെക്കത്തില്ല. ഇവിടെ വഴി പോകുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലാസ്സിലെടുത്ത് കുടിക്കാൻ കിട്ടും, പക്ഷെ ഞാനിങ്ങനെ ഡയറക്റ്റ് അങ്ങ് കുടിക്കാം. ഒരു നല്ല കാര്യമാണ്. ഇത് ഒരു പാലസിൻ്റെ ഭാഗം തന്നെയാണ്. പാലസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നാലുകെട്ടിൽ പാലസ്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് പാലസിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ എവിടെയോ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒന്നും നമുക്ക് പിടികിട്ടുന്നില്ല. അടഞ്ഞു കിടക്കുക. എവിടെയെങ്കിലും ആരും താമസമേ ഇല്ല. ഇതൊക്കെ ലോക്ക് ചെയ്തിരിക്കുക. ഇനി എവിടെ പോയി നമുക്ക് പടം എടുക്കാൻ സാധിക്കും, എവിടെ നിന്നാൽ കിട്ടും എന്നുള്ളതൊന്നും ഇങ്ങനൊരു സംഭവമുണ്ട് ഇവിടെ. പക്ഷേ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പൂജയൊന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ സമയത്തല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ഈ പന്തളത്ത് മധ്യകേരളം ഭരിച്ചുകൊണ്ടിരുന്ന ചോള രാജാക്കന്മാരുടെ ആൾക്കാരാണല്ലോ പന്തളം രാജകുടുംബം. അപ്പോൾ അന്ന് തമിഴിലാണല്ലോ എഴുതിയിരുന്നത്. ഉണ്ണടി ദേവാരം ദേവലോകമാതാ ട്രസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശബരി എന്നാണ്. ഇവിടെയൊക്കെ താമസം ആക്ച്വലി വർഷങ്ങളായി. ആ സമയത്തൊക്കെ ഇവിടെ കൊട്ടാരത്തിൻ്റെ സ്ത്രീജനങ്ങൾ പാർക്കുന്ന സ്ഥലമായിരുന്നു. രാജ്ഞിമാരുടെ കൊട്ടാരത്തിൽ ഇപ്പോൾ താമസിക്കുന്ന ഒരു അന്തർജനമാണ്. അങ്ങനെ ഇതൊക്കെ പുതുക്കി പണിതാണ്. എന്താ, ഇതൊക്കെ പുതുക്കി പണിതാണ്. ഇതൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. രാജ്ഞിമാരൊക്കെ ഇവിടെ സ്ത്രീജനങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലം തന്നെയാണ് പറഞ്ഞത്. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ല, അവിടുന്ന് മുകളിലോട്ട് കയറി പോകണമെന്നാണ് പറഞ്ഞു കേട്ടോ. വേണ്ടേ, മംഗലവിലാസം പാലസ്. ഒക്കെ പാലസിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം കൊട്ടാരത്തിൻ്റെ ഭാഗമായ സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും ഇവിടെ വെള്ളത്തെ വലിയ നമ്മളൊന്ന് പിടിച്ചേക്കാം ഒരു പടം. പുത്തൻ കോയിക്കൽ എന്നാണ് ഈ തറവാടിൻ്റെ പേര്. അവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതൊക്കെ താമസം ഉണ്ടായിരുന്നാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആരും താമസമില്ല. ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയായിരുന്നു. ഇതാണോ ഇത്? കുളമാണോ? അപ്പം അത് തന്നെ ഈ കുളത്തിൽ തന്നെ ആണ് സാക്ഷാൽ അയ്യപ്പൻ കുളിച്ച് കുഞ്ഞുനാളിൽ കുളിച്ചിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇവിടെ സൂക്ഷിച്ച് കുളമുണ്ടെന്നുള്ളതേ ഉള്ളൂ. വേണ്ട, കുളത്തിൻ്റെ ഭാഗമാണിത്. സാക്ഷാൽ ശബരിമല അയ്യപ്പൻ കുഞ്ഞുനാളിൽ ഈ കൊട്ടാരത്തിൽ ഇവിടെ ഈ കുളത്തിലാണ് കുളിച്ച് വളർന്നത്. അത് നന്നായിട്ട് ഇവിടെ അങ്ങനെ മെയിൻറ്റെയിനൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. കണ്ടു കണ്ടോ, ഇങ്ങനെ ഒരു ഇറങ്ങി വരുന്നത് ആ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ അയ്യപ്പൻ ഇറങ്ങി വന്ന് ഇവിടെ നീരാട്ട് നടത്തി പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ആ പടിയൊക്കെ നമുക്ക് കാണാം. അതിനുള്ളിൽ അകത്തോട്ട് പ്രവേശനമില്ല, നോ എൻട്രി എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ്
അപ്പോൾ അതിലേക്ക് പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ആവശ്യമുള്ള വെള്ളമൊക്കെ ഇടുന്നതായിരിക്കും ഒരു പക്ഷേ പമ്പ് ചെയ്ത് എടുക്കുന്നത്. എന്തോ അല്ലേ സ്വാമി ശരണയ്യപ്പ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണിത്. തിരിച്ച് അങ്ങോട്ട് നടന്നാലോ. സ്വാമി ശരണയ്യപ്പ. എന്തോ അയ്യപ്പൻ്റെ വാഹനം പുലിവാഹനനെ അയ്യപ്പ എന്നല്ലേ പറയുന്നത്. ഒരു ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു അതുണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ എന്തോ പശുക്കളോ എന്തോ ഉണ്ടായിരുന്നായിരിക്കാം ഒരു പക്ഷേ. അത് കെട്ടി എല്ലാം ഇവിടെ കാട് കയറി കിടക്കുക. അതെ അതെ അതെ. പണ്ട് കാലത്ത് പ്രാവുകൾക്ക് വിശ്രമിക്കാൻ പോലും അവർ വഴിയൊരുക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ. ഇവിടെ ഒരു വലിയൊരു നാട്ടുകല്ല് ഇവിടെ കിടപ്പുണ്ട്. ഒരു പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആ പന്തളം കൊട്ടാരത്തിൽ അയ്യപ്പനൊക്കെ കഴിച്ച അല്ലേ അരി ഉഴുന്നുമൊക്കെ ഇവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് വിശ്വസിക്കാം. സ്വാമി ശരണം, സ്വാമി ശരണം അയ്യപ്പ. ഇവിടെ സ്ത്രീജനങ്ങൾ മാത്രം ഈ കൊട്ടാരത്തിൽ കഴിയുന്ന സ്ഥലമായിരുന്നു. അയ്യപ്പൻ അവിടെയാണ് കുളിച്ചു വളർന്ന് നമ്മളിപ്പോൾ കണ്ട കൊട്ടാരത്തിൽ. ഇതിനോട് അകത്തുനിന്ന് ഇങ്ങനെ പടി ഇറങ്ങി വരുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ നോ എൻട്രി ആണ്. ഇവിടെ ഒന്നും ആർക്കും പ്രവേശനമൊന്നും ഇല്ലായിട്ടാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു ആരും ഇവിടെ താമസമുണ്ട് കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് ഇവിടെ. ഇവിടെ എന്നാൽ ഇങ്ങനെ നോ എൻട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ യാതൊരു വിധത്തിലുള്ള കാരണം ഉപേക്ഷിക്കപ്പെട്ട പോലെ ഇട്ടിരിക്കുന്ന ഈ ഒരു ശോച്യാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അല്ലേ അങ്ങനെ ഒരു ശോച്യാവസ്ഥ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ്. ഈ കല്ലുകളൊക്കെ ഇത് എന്തോ ഒരു തിരുകല്ല്. ഇത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് പുത്തൻ കോയിക്കൽ ആണ് കൊട്ടാരത്തിൻ്റെ പേര്. പുത്തൻ കോയിക്കൽ നമ്മൾ കണ്ട ആ ഒരു ഇവിടാണ് അയ്യപ്പൻ കുളിച്ച് കുഞ്ഞിലെ വളർന്ന കൊട്ടാരത്തിന് ഇറങ്ങി ഇങ്ങനെ കുളത്തിൽ കുളിച്ച് വരുന്ന ആ ഒരു കുളം നോക്കാം. എനിക്കറിയത്തില്ല, അവിടെ ഒരാളെ കണ്ടായിരുന്നു മുമ്പ്, നമുക്ക് പോയി ചോദിച്ചു. അപ്പോൾ ഇത് നാലുകെട്ട് കൊട്ടാരം, നാലുകെട്ട് പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇതാ കണ്ട പ്രേമ എന്ന് പറയുന്ന ഒരു തമ്പുരാട്ടിയാണ്, മാവേലിക്കര കൊട്ടാരത്തിലെയാണ്. എന്നോട് പറഞ്ഞത് ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ രാജപ്രതിനിധിക്ക് കൂടെ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ കാരണം അവിടെ മരണം നടന്ന കാരണം ശൂലമായുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്രാവശ്യം പോകില്ല എന്നറിയത്തില്ല. അത് നമ്മൾ അക്കരെ പോകണം അല്ലേ, പോയി നോക്കാം. ഞങ്ങൾ വരട്ടോ, കണ്ടു വരട്ടോ. അപ്പം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. വഴി ഇതാണ്. ഇത് കൊട്ടാരത്തിൽ ഇതൊക്കെ പുതിയ വീടുകളാണ്. കൊട്ടാരത്തിൻ്റെ ആൾക്കാർ തന്നെ പുതിയ വീടുകൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗം. റോഡിലൊക്കെ കൊട്ടാരം വക ഭൂസ്വത്തുകളാണല്ലോ എല്ലാം. അപ്പോൾ അവരുടെ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ വീടുകളൊക്കെ വെച്ച് കാണിക്കുന്നു. അതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇത്. നമ്മുടെ അയ്യപ്പൻ്റെ ആ കുളത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളിവിടെ വന്ന് വിട്ടു. എന്തായാലും ഈ അയ്യപ്പസ്വാമി ക്ഷേത്രം ചുറ്റി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാം നമുക്ക് കേട്ടോ, ചുറ്റി ഇറങ്ങാം. എന്തായാലും ഇവിടെ ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. പുതിയ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ, അങ്ങോട്ട് ഇറങ്ങാം. ഇല്ല, നമുക്ക് പോയേക്കാം, തിരിച്ചു പോയേക്കാം. ശരി, അങ്ങോട്ട് മാറ്റി.
കുട്ടിക്കാലത്ത് ഒരു പക്ഷേ അയ്യപ്പസ്വാമിയൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ ആയിരിക്കും വന്ന് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം മനുഷ്യഗണത്തിലാണല്ലോ ഇവിടുന്ന്, നമ്മുടെ കൂടെ വളരുമ്പോൾ മനുഷ്യഗണത്തിലല്ലേ അയ്യപ്പസ്വാമിയൊക്കെ. അപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ കുളിച്ച് ഇവിടെ വന്ന് തൊഴുതൊക്കെ പോകുന്ന പ്രസാദമൊക്കെ കഴിക്കാനൊക്കെ വന്നിരുന്ന കാണണം ഒരു പക്ഷേ. ആ ക്ഷേത്രം വലുതാക്കി. ഞാൻ പറഞ്ഞു ഇവിടെ ആ ചവിട്ടിയ മണ്ണിൻ്റെ മേൽഭാഗം ആയിരിക്കുമല്ലോ. തീർച്ചയായും അയ്യപ്പൻ്റെ പാദം പതിഞ്ഞ മണ്ണുകളൊക്കെയാണ് ഈ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെരുപ്പിടാൻ നമുക്കൊരു മടി. ചെരുപ്പ് ഊരിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇനി ചെരുപ്പിടാതെ ഇനി നമുക്ക് ചെരുപ്പിടാം. അയ്യപ്പ ഇനിയും ചെരുപ്പിടാം. പുതിയ വീടുകളൊക്കെ വെച്ചാലോ, ഒക്കെ ചുമ്മാ കിടന്നിരുന്നായിരിക്കാം, പണ്ട് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അയ്യപ്പസ്വാമിക്ക് ഈ കാട് കയറി ഇങ്ങനെ കാണുന്ന ഒരു ശോച്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അത് ഉല്ലാസമായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ പുതിയ വീടുകളുടെ ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. ശരണ്യ ഒക്കെ താമസിക്കുന്ന ആൾക്കാർ പോയത്, അവരൊക്കെ കണ്ടാലേ അറിയാം അവരൊക്കെ രാജകുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷേ അവരൊക്കെ വളരെ ഒതുങ്ങി ജീവിക്കുന്നു. ഇന്നും വളരെ സമാധാനമായിട്ട് ഒതുങ്ങി ജീവിക്കുന്നു. ആരെയും ശല്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് ആരുടെയും ഔദാര്യം ഇല്ല, പ്രയോജനങ്ങളൊന്നും കിട്ടുന്നില്ല. അയ്യപ്പസ്വാമി ഇവിടെ വളർന്നെന്ന് പറഞ്ഞിട്ട് കാര്യം അങ്ങനെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകത ഒന്നും അവർക്കില്ല. പോലീസിനെയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആ കുളമൊക്കെ കണ്ട ഭാഗത്ത് പോലീസും ഒക്കെ ആയിട്ട് രക്ഷാസേനയൊക്കെ വേണം, സുരക്ഷയൊക്കെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്ത് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയാക്കേണ്ട സ്ഥലങ്ങളാണ്. അതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ദുഃഖമുണ്ട്. സർക്കാർ ഒക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അക്കരെ കുളനട പഞ്ചായത്തല്ലേ, ഇക്കരെ പന്തളം നഗരസഭ. അതാണ് ഇപ്പോൾ പന്തളം കൊട്ടാരമൊക്കെ ഇരിക്കുന്നിടം പന്തളം നഗരസഭയാണ്, സ്ത്രീജനങ്ങളുടെ കൊട്ടാരം, അതായത് അന്തപ്പുരം എന്ന് പറയും. അപ്പുറത്ത് കുളനട പഞ്ചായത്തിലാണ് ഈ തൂക്കുപാലത്തിനപ്പുറം പുരുഷന്മാർ, രാജാക്കന്മാരുടെ അവകാശികളൊക്കെ താമസിച്ചിരുന്ന പണ്ട് തൊട്ട് ഇപ്പോഴും. അപ്പോൾ അവരൊക്കെ ഫാമിലിയായിട്ട് ഒന്നിച്ചായിരിക്കാം ജീവിക്കുന്നത്. പണ്ട് വേറെ ആയിരുന്നു. അപ്പോൾ ഈ തൂക്കുപാലമൊക്കെ പിന്നീട് പണിതതായിരിക്കാം. അതെന്തായാലും നല്ല സൗന്ദര്യമുണ്ട്, നല്ല സുഖമുണ്ട് കാണാനായിട്ട്. കാണുന്നത് MC റോഡാണ്, അതായത് നമ്മൾ വന്ന റൂട്ടാണ്, പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂരിൽ നിന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ദൃശ്യഭംഗി കിട്ടും ഫോട്ടോയ്ക്ക്. ഈ തൂക്കുപാലം നമ്മൾ നടക്കുമ്പോൾ അറിയാം, ഇങ്ങനെ ആടി ഒലയുന്നുണ്ട് ചെറുതായിട്ട്. എന്ന് പറഞ്ഞാൽ തൂക്കുപാലം അങ്ങനെയാണല്ലോ. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം. ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പയാർ ഇവിടെ അച്ചൻകോവിലാറ് ലയിച്ചു ചേരുകയാണ്. അയ്യപ്പൻ കുടികൊണ്ടിരുന്ന സ്ഥലം ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നറിയിപ്പോൾ അറിയപ്പെടുന്ന അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചു ചേർന്ന അയ്യപ്പൻ്റെ ആ ഒരു ചൈതന്യം ഇരിക്കുന്ന സ്ഥലമാണ് ശബരിമല. ഇവിടെ അയ്യപ്പൻ ജനിച്ചു വളർന്ന സ്ഥലം. ഇവിടെ ഒരു വീട് കണ്ടു, നല്ല ഭംഗിയുള്ള വീട്, പുതിയതായിട്ടുണ്ടാക്കിയ വീടാണ്. അതായത് തെക്കേടത്ത് കൊട്ടാരം ആദിത്യം എന്നാണ് വീട്ടുപേര് എഴുതിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടാണ്. ആരാണ് താമസിക്കുന്നത് അറിയത്തില്ല. കൊട്ടാരത്തിൽ ഇതിലൊക്കെ ആയിരിക്കാൻ അവകാശങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഒക്കെ ഇവിടമാണ് വേർതിരിച്ച് ഓരോരുത്തരുടെ ഭാഗങ്ങളും ഒക്കെ കൊടുത്ത് വീടൊക്കെ വെച്ച് കാണും. ഒരുപക്ഷെ ഇവിടെ ഒരു സ്ഥലം ഇങ്ങനെയും കാണുന്നുണ്ട്. പഴയ വീട് ഇവിടെ താമസം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല, ആരും താമസമുള്ളതായിട്ട് അറിയുന്നില്ല. കേടത്ത് കൊട്ടാരം എന്നാണ് അവിടെ വീട്ടുപേര് എഴുതിയിരിക്കുന്നത്. ഒക്കെ ഒരു കൊട്ടാരത്തിൽ സ്വാമി ശരണം അല്ല, ഞങ്ങൾ പറയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് വന്ന സ്ഥലം ആ കുളം, അയ്യപ്പൻ കുളിച്ച് വന്ന കുളമൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന, അത്ര വൃത്തിയാക്കിയെടുത്ത് നന്നായിട്ട് അവിടെ സംരക്ഷിച്ച് അത് ഇത്രയും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ഇൻ്റർനാഷണൽ ടൂറിസം സെൻ്ററായിട്ട് നമ്മൾ ശബരിമല മാറ്റുമ്പോഴും ഈ ഭാഗം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരേണ്ടത് അല്ലേ. അത് ചെയ്യുന്നില്ല, സർക്കാർ ഒന്നും ചെയ്യത്തില്ല. അതിന് കൂടുതലും കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇടപെട്ട് സർക്കാരിനെ കൊണ്ട് ഇത് കുളനട പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത്, ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളിപ്പോൾ കണ്ട സ്ഥലങ്ങളൊക്കെ
നന്നായിട്ട് അത് നല്ല ശുചിത്വം വേണം. നല്ല പാസ്സൊക്കെ വെച്ചാലും തിരക്കിടില്ല. അവിടെ കയറി കാണുന്നതിന് ഒരു 5 രൂപ പാസ്. പിന്നെ അപ്പോൾ അത് തന്നെ ഒരു വരുമാനമായി. അത് മെയിൻറ്റെയിൻ ചെയ്യാനും ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കാനും ഒക്കെ ആയി. ഇപ്പൊ അധികം ഇല്ലാത്ത ഇപ്പോൾ ഇവിടെ കുറേ ലോഡ്ജ് മാത്രം ഈ ഭാഗത്തുണ്ടെന്നല്ലാതെ ഇവിടെ അയ്യപ്പന്മാരൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പിന്നെ കൊട്ടാരം പാലസിൻ്റെ വക സ്ഥലങ്ങൾ. ഇവിടെയാണ് നമ്മൾ കണ്ട രാജശേഖര മണ്ഡപം. അതായത് അയ്യപ്പസ്വാമിയെ വളർത്തിയ രാജാവിൻ്റെ, പന്തളത്ത് രാജാവിൻ്റെ ആയിട്ടുള്ളൊരു മണ്ഡപം അവിടെ പണിതിട്ടുള്ളത്. ഇവിടെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഭഗവാൻ അയ്യപ്പൻ്റെ വളർത്തിച്ച് പന്തളം രാജാവിനെ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ പന്തളം രാജാവിൻ്റെ സ്മരണാർത്ഥം അയ്യപ്പനെ വളർത്തിയ പണിയെഴുപ്പിച്ച ഒരു സ്ഥലമാണിത്. ശ്രീകര മണ്ഡപത്തിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ അയ്യപ്പനെ കുഞ്ഞിലെ വളർത്തിയ ഭാഗം തൊട്ടുള്ള കാര്യങ്ങളാണ്. കാട്ടിൽ കുഞ്ഞിനെ കാണുന്ന രംഗങ്ങളും ഒക്കെ ഇവിടെ നല്ലതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. രാജ്ഞി അയ്യപ്പനെ വളർത്തുന്ന സീനുകൾ, അഭ്യാസങ്ങൾ, പഠിക്കുന്നു, പഠനം, കളരി ഒക്കെയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇവിടെയുണ്ട്. ഇത് ദക്ഷിണാമൂർത്തി സ്വാമി തിരുവാഭരണ ദർശനത്തിൽ വന്നപ്പോൾ എടുത്ത പടമാണ്. നമ്മൾ കണ്ടു. ഈ കട നടത്തുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് വീഡിയോ കട അയ്യപ്പൻ. അതെ. ഈ കൊട്ടാരത്തിലെ ആള് കൊട്ടാരത്തിലെ എവിടെ അവിടെ ശരി സ്വാമി ശരണമയ്യപ്പൻ. ഇതൊക്കെ തന്നെയാണ് ഈ കൊട്ടാരത്തിൻ്റെ പഴയ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതുകൊണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു മെടയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല മെടയൊക്കെ ഇട്ട് കൊട്ടാരത്തിന് താഴെ കടകൾക്ക് കൊടുത്തിരിക്കുകയാണ്. മാസത്തിൽ 2 മാസം, ഒരു വർഷത്തിൽ 2 മാസം ഈ മണ്ഡലകാലത്തൊക്കെ ഇവിടെ കട വിപുലമായിട്ട് കടയൊക്കെ നടത്തി വാടകയൊക്കെ കൊടുക്കും. ആണ്ടിലെ വാടക ഇവർക്ക് കിട്ടുമായിരിക്കാം. ഒരു പക്ഷേ ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ അനന്തരാവകാശികൾ തന്നെയായിരിക്കും അതിൻ്റെ വാടകയൊക്കെ വാങ്ങിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് കൊച്ചുകോയിക്കൽ തേവാരപ്പുര. നമ്മളെ കൊച്ചുകോയിക്കൽ കുളമാണ് കണ്ടിട്ട് വന്നത്. അയ്യപ്പൻ കുളിച്ച കുളം. ഇത് കൊച്ചുകോയിക്കൽ തേവാരപ്പുര, പന്തളം കൊട്ടാരം. അവിടെ നമ്മൾ അകത്ത് കയറി തൊഴുത് മുമ്പേ നമുക്ക് തൊഴുതാണ്. എൻ്റെ കൂടെയുള്ള സ്വാമി വിനോദിനെ അങ്ങോട്ട് വിട്ടു തൊഴാനായിട്ട്. അദ്ദേഹം ഞാൻ പോയി തൊഴുതിട്ട് വന്നതാണ്. സ്വാമി ശരണം ഇപ്പം അദ്ദേഹത്തോട് ചോദിച്ചാൽ കൊട്ടാരത്തിലെ എന്തോ അവകാശിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അരവണയപ്പം കൂടി വാങ്ങിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പെരുമ്പുളിക്കൽ ക്ഷേത്രത്തിൽ വീരമണിയുടെ ഭക്തിഗാനമേളയുണ്ട്. അവിടേക്ക് പോകാം, നോക്കാം. അതുകൂടി വീഡിയോ അവസാനിപ്പിക്കാം. വരൂ. വീരമണി രാജു, അതായത് നമ്മുടെ കെ വീരമണി എന്ന പ്രശസ്തനായ തമിഴ് ഗായകൻ, തമിഴ് ഇസൈ കെ വീരമണി, അദ്ദേഹം പാടിയ പള്ളിക്കെട്ടും ശബരിമലയ്ക്ക് എന്ന പാട്ട് ഫേമസാണ്. ആ പാട്ട് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. എല്ലാവരും അതുവരെ കാത്തിരിക്കുക ദയവായി. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഈ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ.